പോകുന്നു. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുമെന്ന AK ബാലന്റെ വാക്കുകളിൽ പാർട്ടി രണ്ട് തട്ടിൽ. പാർട്ടി സെക്രട്ടറിയും പാലക്കാട് ജില്ലാ കമ്മിറ്റിയും ബാലന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനമുയർത്തി. എന്നാൽ AK ബാലന് പൂർണ്ണ പിന്തുണ നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വരികയും ചെയ്തു. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകാനുള്ളത്. വിജിൻ, ഈ AK ബാലന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ആദ്യം ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് LDF കൺവീനർ TP രാമകൃഷ്ണനാണ്. അദ്ദേഹം ബാലനെ അനുകൂലിച്ച് സംസാരിച്ചതേയില്ല. അതിനുശേഷം പല നേതാക്കളും ബാലനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്തില്ല. സോഷ്യൽ മീഡിയയിലും ഇടതുപക്ഷത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുത്തിരുന്നവരും ബാലന് പിന്തുണയുമായി വന്നില്ല. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പൂർണ്ണ പിന്തുണയാണ് ബാലന് നൽകിയത് എന്ന് മാത്രമല്ല, മാറാട് സംഭവം വിശദീകരിക്കാനും അതിൽ താൻ നടത്തിയ പങ്കിനെക്കുറിച്ചും അത് പരിഹരിക്കുന്നതിനും അല്ലെങ്കിൽ അതിനുശേഷം ഇടപെട്ടതിനെ കുറിച്ചുമൊക്കെ മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. ഇനി ഇത് മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് ശേഷം പാർട്ടി നിലപാട് മാറ്റിയിട്ടുണ്ടോ? പാർട്ടി ഇപ്പോൾ ആ നിലപാടിലാണോ തുടരുന്നത്? നൗഫൽ, ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായം തന്നെയാണ് CPM-നകത്ത് ഉയരുന്നത് എന്നുള്ളത് തന്നെയാണ് നേതാക്കളുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആദ്യഘട്ടത്തിൽ നൗഫൽ സൂചിപ്പിച്ചതുപോലെ TP രാമകൃഷ്ണൻ LDF കൺവീനറാണ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത്. CPM-നോ LDF-നോ അത്തരമൊരു ബാലൻ പറഞ്ഞതിന് അനുസൃതമായ ഒരു നിലപാടില്ല എന്നുള്ളതാണ് അന്ന് TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയത്. അതിനുശേഷം പാലക്കാട് ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും ഇക്കാര്യത്തിൽ ബാലന് എതിരായ നിലപാട്, ബാലൻ പറഞ്ഞതിന് ഒപ്പമല്ല CPM എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം MV ഗോവിന്ദനും അതേ നിലപാടാണ് സ്വീകരിച്ചത്. ബാലൻ പറഞ്ഞത് അത് CPM-ന്റെ നിലപാടല്ല, CPM-ന്റെ ഔദ്യോഗികമായ നിലപാട് പാർട്ടിയാണ് പറയുക എന്നാണ് MV ഗോവിന്ദൻ ആ ഘട്ടത്തിൽ വിശദീകരിച്ചത്. പക്ഷേ അതോടുകൂടി ബാലനെ നേതാക്കളൊക്കെ തള്ളിപ്പറയുകയും ആ വിവാദം അവസാനിപ്പിക്കുകയും ചെയ്യാനുള്ള നീക്കമാണ് CPM നടത്തുന്നതെന്നൊക്കെ ഒരു ധ്വനി ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ ഇന്നലെ വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പൂർണ്ണമായും AK ബാലനെ പിന്തുണച്ചുകൊണ്ടുള്ളൊരു നിലപാട് ആണ് സ്വീകരിച്ചത്. അതിലാണ് മാറാട് കലാപത്തിന്റെ ഉൾപ്പെടെയുള്ള ഓർമ്മയിലായിരിക്കണം UDF കാലത്ത് അങ്ങനെയുള്ള കലാപങ്ങൾ ഉണ്ടാകുന്നു, മത വേർതിരിവുകൾ ഉണ്ടായുള്ള സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശദമായി തന്നെ വിശദീകരിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രി AK ബാലനെ പിന്തുണച്ച് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പാർട്ടിയിൽ ഇക്കാര്യത്തിൽ നേതാക്കൾക്കുൾപ്പെടെയുള്ള നിലപാട് തുടർച്ചയായി ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയ വർഗീയ പരാമർശങ്ങൾ, മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് തിരിച്ചടിയാകും. തെരഞ്ഞെടുപ്പിൽ ആ വിഷയം ഉൾപ്പെടെ തിരിച്ചടിയായതാണ്. അവിടെ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തന്നെ അത്തരത്തിലൊരു ഇങ്ങനെ വർഗീയ പരാമർശം നടത്തുന്ന ആളുകളെ പിന്തുണക്കുന്ന നിലപാടിൽ നിന്ന് പിന്തിരിയണം എന്നുള്ളതാണ് പാർട്ടിയിലെ നേതാക്കളുടെ ഒക്കെ അഭിപ്രായമെന്ന് പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ബാലനെ പിന്തുണയ്ക്കുകയും UDF കാലത്ത് മാറാട് കലാപം ഉൾപ്പെടെ ഉണ്ടായത് വിശദീകരിക്കുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ രണ്ട് തട്ടിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്തായാലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമൊക്കെ അടുത്ത ദിവസങ്ങളിൽ ചേരുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടെയാണ് ചർച്ച ചെയ്യുക. ഇന്നിപ്പോൾ LDF യോഗം ചേരുകയാണ്. CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇക്കാര്യത്തിൽ വർഗീയ പരാമർശം, വെള്ളാപ്പള്ളിയുടെ നിലപാടുൾപ്പെടെ അത് തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാലന്റെ ഭാഗത്തുനിന്ന് വന്ന ഇത്തരം പരാമർശങ്ങൾ അത് ഇക്കാര്യത്തിൽ കൂടുതൽ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക മാത്രമേ ചെയ്യൂ എന്നുള്ള അഭിപ്രായമാണ് നിലവിൽ എന്തായാലും മറ്റ് ഘടകകക്ഷികൾക്കുമുള്ളത്. തുടർച്ചയായി ഇത്തരം ന്യൂനപക്ഷ വിഭാഗങ്ങളെ അധിക്ഷേപിക്കുകയും ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് തിരിച്ചടിയാകും. അത് ഭൂരിപക്ഷ ഏകീകരണത്തിലേക്കൊക്കെ കാര്യങ്ങൾ നയിക്കുന്നതാണ്. ഒരു ചേരിതിരിവ് സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഉതകുന്ന നിലയിലാണ് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അത്തരം പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ള നിലപാടാണ് CPI ഉൾപ്പെടെ